സഹായമാല്യം. കാശിക്ക് പോകണമെന്നുള്ള ഭാര്യയുടെ തീരുമാനം സ്ഥിരം സംഭവിക്കുന്നത് പോലെ നിന്ന നിൽപ്പിലായിരുന്നു. അവിടേക്ക് ഷാർജയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്ത മഹാനെ ഓർത്ത് ഒരു ശത്രു സംഹാര പൂജ സ്പോട്ടിൽ നേർന്നു. 7-8 വർഷത്തിനു മുൻപ് നാട്ടിൽ നിന്നൊന്നു പോയ ആത്മവിശ്വാസത്തിൻ്റെ അഹങ്കാരത്തിലാണ് തൻ്റെ കണവൻ്റെ കലണ്ടർ നോക്കാതെയുള്ള ഭക്തയുടെ ഈ തീരുമാനം. കൂടെ വന്നില്ലെങ്കിലും യാത്ര നടക്കുമെന്ന ധാർഷ്ട്യം മുഖത്ത് തെളിഞ്ഞു കത്തുന്നുണ്ട്. സന്തുഷ്ട കുടുംബജീവിതത്തിന് സ്വയം കലണ്ടർ തിരുത്തുന്നതാണ് നല്ലതെന്ന് ഉൾവിളി കിട്ടിയതും എൻ്റെ വീക്ക്ലി പ്ലാനിങ്ങും കുവൈറ്റ് യാത്രയും പൂട്ടി മൂലയ്ക്ക് വച്ചു. അപ്പോയിൻമെൻ്റ് എടുത്തവരൊക്കെ കാശിയിലെ കാഴ്ചകൾ സ്റ്റാറ്റസിൽ കാണുമ്പോൾ പിതാമഹന്മാരെ സ്മരിക്കുമെന്നുറപ്പ്. കഴിഞ്ഞ തവണ കാശിയിൽ പോയപ്പോൾ സഹായിച്ച ഏജൻറ്റ് തന്നെയാണ് ഇത്തവണയും സാരഥി. കക്ഷിയുമായുള്ള ചർച്ചകളിലൊന്നും സഹയാത്രികനായ ഈ പഴയ സഖാവിന് യാതൊരു പങ്കുമില്ലെന്നുറപ്പായി. അല്ലെങ്കിൽ തന്നെ പൂച്ചയ്ക്ക് എന്ത് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം. വാരണാസിയിലെത്തിയ വാമഭാഗം ഞെട്ടി. പണ്ട് കണ്ട കാശിയെയല്ല മുന്നിൽ കാണുന്നത്. മോദിജി തൻ്റെ മണ്ഡലമായതുകൊണ്ട് കോടികൾ മുടക്കി ഗംഗയുടെ തീരം അതിമനോഹരമാക്കിയിരിക്കുന്നു. ഗംഗാദർശനത്തിനും സ്നാനത്തിനുമായി പണ്ട് ഏതോ ബീഹാറി രാജാവ് പണിതുയർത്തിയ യമണ്ടൻ കൊട്ടാരത്തിലെ മഹാരാജാവ് ഉറങ്ങിയ മുറിയിലാണ് ഞങ്ങളുടെ താമസം. ഭാര്യ സപ്ലിമെൻ്ററി കാർഡ് ഉരച്ച് ബുക്ക് ചെയ്തപ്പോൾ തന്നെ മൊബൈലിൽ മെസ്സേജ് വന്നത് കണ്ടിരുന്നതുകൊണ്ട് കൊട്ടാരത്തിലെ ബില്ല് കണ്ട് ഞെട്ടിയില്ല. കാശ് പോകുന്നിടം കാശി എന്ന് വിഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ഒരു മുത്തുകുടയും മാലയും പൊട്ടും ചൂടി മഹാറാണിയെപ്പോലെ എഴുന്നള്ളിച്ചതിൻ്റെ ഹാങ് ഓവറിൽ നിന്നുടനെയെങ്ങും നവറാണി മോചിതയാവില്ലെന്നുറപ്പ്. മഴക്കാലത്ത് ഗംഗ നിറഞ്ഞൊഴുകുമ്പോൾ 3 മാസത്തോളം കൊട്ടാരത്തിൻ്റെ താഴത്തെ നിലകൾ വെള്ളത്തിനടിയിലാകുമത്രേ. പണ്ട് കൊട്ടാരത്തിൽ നിന്ന് നദിക്കരയിലെത്താൻ കൈകൊണ്ട് കറക്കുന്ന ഒരു ലിഫ്റ്റ് ഉണ്ടായിരുന്നിടത്ത് ഇന്നുള്ള ഇലക്ട്രിക് ലിഫ്റ്റ് അടക്കം മുങ്ങുമെന്ന് സാരം. ചെന്ന വഴി മുറിയിൽ പെട്ടിയും വെച്ച് കുളിച്ച് കാശീശ്വരനെ കാണാനിറങ്ങി. പ്രധാനപ്പെട്ട അമ്പലത്തിലെത്തുന്നതിന് മുൻപ് മറ്റ് ചില ക്ഷേത്രങ്ങൾ സന്ദർശിക്കണം. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അകത്ത് കയറണമെങ്കിൽ ഓൺലൈൻ വഴി 1 മാസത്തിന് മുൻപേ ബുക്ക് ചെയ്യണമെന്ന്. അല്ലാത്ത പക്ഷം പുറത്തുനിന്ന് തൊഴുതു മടങ്ങാം. കാശിയിലെ ഗാൻവാപി മസ്ജിദ് തർക്കത്തിൽ കോടതി ഇടപെട്ടതു മുതൽ ഇങ്ങനെയാണവിടെ. ഭാര്യ ഇതൊട്ട് അറിഞ്ഞുമില്ല, ഏജൻ്റൊട്ട് പറഞ്ഞതുമില്ല. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. നാഗവല്ലി ആവേശിച്ച ഭക്ത ഏജന്റിനെ ഗംഗയിൽ മുക്കുമെന്ന അവസ്ഥ. സമാധാന ശ്രമത്തിന് ഇടപെട്ട എനിക്കും കിട്ടിയ ആവശ്യത്തിന്. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? ഏജന്റിന്റെ കയ്യിൽ കൊടുത്തിരുന്ന തന്റെ മൊബൈൽ തട്ടിപ്പറിച്ചു വാങ്ങിയ ഭാര്യ ആരെയില്ലാമോ വിളിക്കാൻ തുടങ്ങി. 5-6 വിളി കഴിഞ്ഞപ്പോൾ കക്ഷി ശാന്തയായി. ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. കുറച്ചുകൂടി നേരത്തെ പുറപ്പെടണോ? അരമണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ടെന്നു. വേണമെങ്കിൽ ഇനിയും നേരത്തെ പുറപ്പെടാമെന്ന്. വിളിച്ചവരുടെ ലിസ്റ്റ് കേട്ട ഞാൻ ഞെട്ടി മാമ. കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. ലോക്കൽ MLA, ക്ഷേത്രകാര്യ സമിതിയുടെ തലതൊട്ടപ്പൻ, CSFന്റെ അവിടുത്തെ IPSകാരൻ തലവൻ തുടങ്ങി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ആരോ വരെയുണ്ട് ലിസ്റ്റിൽ. ഭക്തവർഗത്തിൻ്റെ നെറ്റ്വർക്ക് ഇത്ര ശക്തമാണെന്ന് ആരും പറഞ്ഞില്ല. മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങളെ തേടി പോലീസുകാരും ഉദ്യോഗസ്ഥരും പല വഴിയിൽ നിന്ന് വരുന്നു. എവിടെല്ലാമോ കൂട്ടിക്കൊണ്ടുപോകുന്നു. പോലീസ് മേധാവി ഭാര്യയെ പൊന്നാടയിട്ട് സ്വീകരിക്കുന്നു. കൂട്ടത്തിലൊരെണ്ണം എനിക്കും കിട്ടി. പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് അകമ്പടിയിൽ അകത്തേക്ക്. നീണ്ട നിരയിൽ ഭക്തർ നിൽക്കുമ്പോൾ വിഗ്രഹത്തിൻ്റെ തൊട്ടടുത്ത് ഞങ്ങളെത്തുന്നു. പോയെടുത്തെല്ലാം ഇതേ അവസ്ഥ. വന്നിരിക്കുന്ന VIP ആരെന്നറിയാൻ ഭക്തരുടെ ശ്രദ്ധ ഞങ്ങളിലേക്കായി. തെക്കേ ഇന്ത്യയിലെ ഏതോ സീനിയർ സിനിമാ താരത്തിനെ പോലെങ്ങാനും അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ വെറും ശിങ്കിടിയായി കരുതേണ്ട എന്ന ചിന്തയിൽ ഭാര്യയോടൊപ്പമുള്ള യുഗ്മ ചിത്രങ്ങൾ അവരെ കാട്ടാൻ ഞാൻ മുറക്കെടുത്തുകൊണ്ടേയിരുന്നു. അയ്യോ
സർവീസ് സാർ ബെൻസ് കാർ വന്നോണ്ടിരിക്കുന്ന ബെൻസ് കാറിൽ ഞാൻ പിന്നെ വിളിക്കാം. ഇത് കേരളമല്ല ഹൈദരാബാദിന് വലിയ ഹോസൊന്നും വേണ്ട, കാണാനാളില്ല. ഇതിനേക്കാളേറെ ഞെട്ടിച്ചത് സഹായത്തിനെത്തിയവരെല്ലാവരും സന്തോഷത്തോടെ നൽകിയ ടിപ്പ് പോലും ശക്തമായി തിരസ്കരിച്ചു എന്നതാണ്. സാധാരണ വഴി പറഞ്ഞു തരുന്നവർ വരെ കാശ് പിടിച്ചു പറിക്കാറുള്ള സ്ഥലമാണ് വടക്കേ ഇന്ത്യയിലെ മിക്ക ക്ഷേത്ര പരിസരവും. തന്നോടധികം കളിച്ചാൽ കെട്ടിയോനെയും പിടിച്ച് തിഹാറിലിടാനുള്ള കണക്ഷൻസ് തനിക്കുണ്ടെന്ന മട്ടിലുള്ള ഭാര്യയുടെ മുഖത്തെ പുച്ഛരസം തൽക്കാലം കണ്ടില്ലെന്ന് വെച്ചു. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലുണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. എന്നാലും ഇതുപോലൊരു അധോലോക നായികയുടെ നായകനായിട്ടാണ് കഴിഞ്ഞ 33 വർഷമായി ജീവിത നാടകം കളിക്കുന്നതെന്ന് ഓർത്തപ്പോൾ ഉള്ളൊന്ന് കാളി. പ്രധാന ചടങ്ങ് രാത്രി 2 മണിക്കാണ്. പ്രോട്ടോകോൾ വഴി പോകുന്ന കുറച്ചു പേർക്ക് മാത്രമേ അതിരാവിലെ നടക്കുന്ന മംഗലാരതി ദർശിക്കാൻ സാധിക്കൂ. ലോക്കൽ MLA അതിനുള്ള പേപ്പറൊക്കെ എങ്ങനെയോ ശരിയാക്കി കഴിഞ്ഞു. ഇതിനിടയിൽ പ്രിയതമയുടെ ഫോൺ ഇടതടവില്ലാതെ അടിക്കാൻ തുടങ്ങി. സഹായം ചോദിച്ച് വിളിച്ചവരെല്ലാം സഹായവുമായി വന്നിരിക്കുന്നു. പ്രിയദർശൻ്റെ പഴയൊരു പടത്തിൽ പെണ്ണുകാണലിനൊരു വാടക അച്ഛനെ തിരഞ്ഞൊടുവിൽ 5-6 അച്ഛന്മാർ ഒന്നിച്ചു വന്ന അവസ്ഥ. വിളിക്കുന്നവരെല്ലാം വൻ തോക്കുകളാണ്. വേണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്തു ചെയ്യണമെന്നറിയാതെ ഭാര്യയുടെ കിളി പോയി. സംഗതി കൈവിട്ടുപോയെന്ന് മനസ്സിലായ പാർട്ടി ദയനീയമായി എന്നെ നോക്കി. എല്ലാവരെയും സന്തോഷിപ്പിക്കണമെങ്കിൽ 3-4 ദിവസം കൂടി അവിടെ നിന്ന് എല്ലാ ദിവസവും പുലർച്ചെ 2 മണിക്ക് പോകേണ്ടി വരും. ഇനിയും ഇടപെട്ടില്ലെങ്കിൽ ഭക്ത അതിനും മുതിരുമെന്ന് കണ്ട ഞാൻ ഫോൺ എടുത്ത് മുകേഷേട്ടനെ മനസ്സിൽ വിചാരിച്ച് കമ്പിളിപ്പുതപ്പ് തന്ത്രം മലയാളത്തിൽ വച്ചു താങ്ങി. എന്നിട്ട് ഫോണും കട്ട് ചെയ്തു. സംഗതി തൽക്കാലമേറ്റു. പക്ഷേ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് നേരം വെളുത്താൽ ആരെങ്കിലുമൊക്കെ ഹോട്ടലിൽ നേരിട്ടെത്തും. അന്ന് രാത്രി 2 മണിക്ക് തന്നെ ഏജൻറ്റിൻ്റെ ബൈക്കിൽ ട്രിപ്പിൾ അടിച്ച് പൂജയ്ക്കെത്തിയ ഞങ്ങൾ നേരം പുലർന്നതും പെട്ടിയും പൂട്ടി സ്ഥലം വിട്ടു. എല്ലാം കഴിഞ്ഞെന്ന് ആശ്വസിച്ചപ്പോഴാണ് അറിയുന്നത് ലാഹരി മഹാശൻ എന്ന യോഗിയെ കൂടി പോകുന്നതിന് മുൻപ് കാണണമെന്ന്. ദർശനത്തിന് എന്താണാവോ ഫീസ്? 100-ന്റെ ഒരു നോട്ടും 20-ന്റെ ഒരു നോട്ടും 5-ന്റെ ഒരു നോട്ടും ഒരൊറ്റ നോട്ടും ആ ഉരുളയിലിട്ടോളൂ. ഗൂഗിൾ മാപ്പിട്ട് അവിടെ എത്തി യോഗിയെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചതും കേട്ടയാൾ മേലേക്ക് വിരൽ ചൂണ്ടി അവിടെ പോയാൽ കാണാമെന്ന് പറഞ്ഞൊരാക്കിച്ചിരി. 200 വർഷം മുൻപ് ജനിച്ച യോഗിയുടെ സമാധിയിൽ യോഗിയെ തിരക്കിയെത്തുന്ന ആദ്യ ഭക്തരായി ഞങ്ങളങ്ങനെ. സമാധിസ്ഥാനൻ്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി എയർപോർട്ടിലെത്തി ശ്വാസം വിട്ട ഞാൻ നിഷ്കളങ്കമായി അടുത്തിരുന്നുറങ്ങുന്ന ഭക്തി സിൻഡിക്കേറ്റിൻ്റെ റാണിയെ നോക്കി നെഞ്ചു തടവുമ്പോൾ കമ്പിളിപ്പുതപ്പിട്ട് മൂടിവെച്ച ആ മൊബൈൽ ഫോണും സുഖനിദ്രയിൽ തന്നെ തുടരുന്നുണ്ടായിരുന്നു. ഒരു ലക്ഷ്യലബ്ധിക്കോ പല വഴി തേടവേ, ഒരു വരം തേടി നീ പലരെ ഭജിക്കുകിൽ, ഒരു വേളയവരെല്ലാം ഒന്നിച്ചു വന്നിടിൽ, ഒഴിവാക്കുമാരെ നീ ശാപം ലഭിക്കാതെ, ഒഴിവാക്കുമാരെ നീ ശാപം ലഭിക്കാതെ.